പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഓരോ വീഡിയോയിലും നമ്മൾ 5 മോഡൽ വീതമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 5 മോഡലും 5 ഡിഫറൻറ്റ് മോഡലാണെന്ന് ഓർത്തോണം. കാരണം ഒന്നിൻ്റെയും കണ്ടിന്യൂഷൻ അല്ല, ഡിഫറൻറ്റ് മോഡലാണ്, ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഈ ആദ്യത്തെയും രണ്ടാമത്തെയൊക്കെ മോഡൽ മാത്രം കണ്ട് സ്കിപ്പ് ചെയ്യുന്നവർ എന്ത് ചെയ്യാം, മുഴുവനും കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എഴുതാൻ കഴിയൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത മോഡൽ 11. ഒരു കച്ചവടക്കാരൻ കുറച്ച് ഓറഞ്ചുകൾ 11 എണ്ണം 10 രൂപ നിരക്കിൽ വാങ്ങി 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കച്ചവടക്കാരൻ കുറച്ച് ഓറഞ്ചുകൾ 11 എണ്ണം 10 രൂപ നിരക്കിൽ വാങ്ങി 11 എന്ത് ചെയ്തു? 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. അപ്പോൾ ലാഭമാണ് ഉണ്ടാകുന്നത്. ആ ലാഭശതമാനം എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്താ? ലാഭ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളുമായിട്ട് ഒരുപാട് തവണ ഈ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് കാണാപ്പാടമാണ്. അപ്പം നമുക്കിവിടെ ലാഭം വേണം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് ലാഭം വേണം, വാങ്ങിയ വിലയും വേണം അല്ലേ? നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യാൻ നേരത്ത് ആദ്യം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് മനസ്സിലാകും ഇതിനകത്തിൽ എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെന്ന്. ഇവിടെ ലാഭം വേണം, വാങ്ങിയ വിലയും വേണം അല്ലേ? ലാഭം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില മൈനസ് ചെയ്യുന്നതാണ് ലാഭം അല്ലേ? വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില മൈനസ് ചെയ്യുന്നതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ വിറ്റ വില വേണം, വാങ്ങിയ വില വേണം. ഈ 2 വിലയാണ് നമുക്ക് വേണ്ടത് അല്ലേ? വിറ്റ വിലയും വാങ്ങിയ വിലയും ഉണ്ടെങ്കിൽ ലാഭം കിട്ടും. വാങ്ങിയ വിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭശതമാനം കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇനി വിറ്റ വിലയും വാങ്ങിയ വിലയും കണ്ടുപിടിക്കേണ്ടത്? ഈ 2 സാധനമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ളത് അത് മാത്രം എടുത്തെഴുതുക. എന്താ പറഞ്ഞേക്കുന്നത്? കുറച്ച് ഓറഞ്ചുകൾ 11 എണ്ണം 10 രൂപ നിരക്കിലും 10 എണ്ണം 11 രൂപ നിരക്കിലും വാങ്ങി. അപ്പോൾ നമുക്ക് ഇതിനെ 2 ആയിട്ട് തിരിച്ചെഴുതാം. 1 എണ്ണം എന്നും 2 വില എന്നും. ഇങ്ങനെ 2 ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ എഴുതാം. എന്താ പറഞ്ഞേക്കുന്നത്? 11 എണ്ണം 10 രൂപ. അപ്പോൾ നമ്മളിവിടെ 11 എണ്ണം 10 രൂപ നിരക്കിൽ. ഓക്കെ ആണോ? അടുത്ത വരിയിൽ എന്താ പറഞ്ഞേക്കുന്നത്? 10 എണ്ണം 11 രൂപ നിരക്കിൽ. അപ്പോൾ ഇവിടെ 10 എണ്ണം 11 രൂപ നിരക്കിൽ. കണ്ടോ? 11 എണ്ണം 10 രൂപ നിരക്കിൽ. എന്താ പറഞ്ഞത്? നമുക്ക് കാണേണ്ടത്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണേണ്ടത് ലാഭശതമാനമാണ്. ലാഭശതമാനം കാണണമെങ്കിൽ ലാഭവും വേണം, വാങ്ങിയ വിലയും വേണം അല്ലേ? ഇനി ലാഭം കണ്ടുപിടിക്കണമെങ്കിൽ വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില മൈനസ് ചെയ്യുന്നതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ കണ്ടുപിടിക്കുന്നത് വാങ്ങിയ വിലയും വിറ്റ വിലയുമാണ്. ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എണ്ണവും വിലയും തന്നിട്ടുണ്ട്. അങ്ങനെ 2 ആയിട്ട് നമ്മൾ തരം തിരിച്ചെഴുതുന്നു. എണ്ണം, വില. ഓക്കെ, അത് 11 എണ്ണം 10 രൂപ നിരക്കിലും 10 എണ്ണം 11 രൂപ നിരക്കിലുമാണ് പറഞ്ഞത് അല്ലേ? എന്നിട്ട് നമ്മൾ ഇതിനിങ്ങനെ ഒരു അടിവര ഇടുന്നു. അടിവര ഇട്ടതിന് ശേഷം ഇതിനെ ഇങ്ങനെ ക്രോസ് ഗുണിക്കുന്നു. കണ്ടോ? ഇങ്ങനെ ക്രോസ് എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. 10 × 10 ഗുണിച്ച് ഇവിടെ എഴുതുക. 10 × 10 ഗുണിച്ച് ഇവിടെ എഴുതുക. 11 × 11 ഗുണിച്ച് ഇവിടെ എഴുതുക. എന്നുവെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ കിടക്കുന്ന ആളെ ഗുണിച്ചിട്ട് താഴോട്ട് ഇൻറ്റു ചെയ്യണം. അയാളെ ഇവിടെ എഴുതുക. ഇവരെ തമ്മിൽ ഗുണിച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. ഈ ഓർഡർ മാറിപ്പോരുത്. ഓർഡർ എന്ത് ചെയ്യാൻ പാടില്ല? മാറിപ്പോകാൻ പാടില്ല. ആരൊക്കെ തമ്മിൽ ഗുണിച്ച് എവിടെ എഴുതി. ഓക്കെ, ഇതിനെ നമുക്ക് ഈ 100നെ നമുക്ക് വാങ്ങിയ വിലയെന്നും അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്നും 121നെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വിലയെന്നും വിളിക്കാം. മനസ്സിലായോ? വാങ്ങിയ വിലയെന്നും വിറ്റ വിലയെന്നും വിളിക്കാം. അല്ലെങ്കിൽ വാങ്ങിയ വിലയും നമ്മൾ കണ്ടുപിടിച്ചു, വിറ്റ വിലയും കണ്ടുപിടിച്ചു. ഓക്കെ ആണോ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? എണ്ണവും വിലയും അങ്ങോട്ട് എഴുതി, എന്നിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് വിറ്റ വിലയും വാങ്ങിയ വിലയും കണ്ടുപിടിച്ചു. ഓക്കെ, കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നമുക്ക് ലാഭശതമാനം കാണാം. ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്താ? ലാഭം അല്ലേ? ലാഭം എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുന്നതാണ്. ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 121 സെല്ലിംഗ് പ്രൈസ് മൈനസ്
സി പി കോസ്റ്റ് പ്രൈസ് എത്രയാ 100 കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 100 ഇൻറ്റു 100 അല്ലേ. ഈ 100ഉം ക്യാൻസലായിപ്പോയി. 121 നിന്നും 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 21. അപ്പോൾ 21% നമ്മുടെ എന്തെന്ന് പറയുന്നത് ലാഭശതമാനം. 21 നമ്മുടെ ലാഭശതമാനം. മനസ്സിലായല്ലോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ കുറച്ച് പേനകൾ 2 എണ്ണം 1 രൂപ നിരക്കിൽ വാങ്ങി 4 എണ്ണം 3 രൂപ എന്ന നിരക്കിൽ വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, ഈ എണ്ണം ഇങ്ങനൊരു കണക്ക് വന്നു കഴിഞ്ഞാൽ എണ്ണം വില എന്നിങ്ങനെ 2 ആയിട്ട് എഴുതുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന 2 എണ്ണം 1 രൂപ നിരക്ക് അല്ലേ. അപ്പോൾ ഇവിടെ 2 എണ്ണം 1 രൂപ നിരക്കിൽ വാങ്ങി. ഇനി 4 എണ്ണം 3 രൂപ നിരക്കിൽ വിറ്റു. 4 എണ്ണം 3 രൂപ നിരക്കിൽ വിറ്റു. ഇനി വാങ്ങിയ വിലയും വിറ്റ വിലയും അല്ലേ. വാങ്ങിയ വില കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ഇങ്ങനെ ഗുണിക്കണം. 1 × 4 4 ഇതാണ് നമ്മുടെ വാങ്ങിയ വില. ഇനി 2 × 3 6 ഇതാണ് നമ്മുടെ വിറ്റ വില. അപ്പോൾ ഇത് വാങ്ങിയ വില, ഇത് വിറ്റ വില. ഓക്കെ, ഇനി നമുക്ക് ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? ലാഭശതമാനം ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സി പി അല്ലേ. സി പി ഇൻറ്റു 100 ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുന്നതാണ് പ്രോഫിറ്റ്. ഡിവൈഡ് ബൈ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 4 ആണ് ഇൻറ്റു 100. ഓക്കെ, 4ഉം 100ഉം കൂടെ ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. ഒന്നും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 25 എന്ന് കിട്ടും. 6 - 4 2 എന്ന് കിട്ടും. 2 × 25 ഈക്വൽ ടു 50 എന്ന ആൻസർ കിട്ടി. 50%. ഓക്കെ ആണോ? ഓപ്ഷൻ എ. മനസ്സിലായല്ലോ? കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ വാങ്ങിയ വിലയും വിറ്റ വിലയും കണ്ടുപിടിക്കുന്ന രീതി മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ബാക്കി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്ന രീതികളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ കുറച്ച് ആപ്പിളുകൾ 6 എണ്ണം 5 രൂപ നിരക്കിൽ വാങ്ങി. എന്നിട്ട് ആ ആപ്പിളിനെ 5 എണ്ണം 6 രൂപ നിരക്കിൽ വിറ്റാൽ ആ കച്ചവടത്തിൽ അയാൾക്കുണ്ടാകുന്ന ലാഭം എത്ര ശതമാനമാണ് എന്ന് വെച്ചാൽ ലാഭശതമാനം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും, ഇതിനെ ഈ എണ്ണം വില എന്നങ്ങോട്ട് എഴുതും അല്ലേ. എന്നിട്ട് അതിനെ താഴോട്ട് എഴുതും 6 എണ്ണം 5 രൂപ നിരക്കിൽ. 6 എണ്ണം 5 രൂപ നിരക്കിൽ. അടുത്തത് 5 എണ്ണം 6 രൂപ നിരക്കിൽ വിറ്റു. 5 എണ്ണം 6 രൂപ നിരക്കിൽ വിറ്റു. എന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു വര കൊടുക്കും, ക്രോസ് ചെയ്യും. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ 25. ഇതാണ് നമ്മുടെ വാങ്ങിയ വില. ഇനി 6 × 6 36 ഇതാണ് നമ്മുടെ എന്ത് വിറ്റ വില. ഓക്കെ, ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലാഭശതമാനം കാണുന്നത് എങ്ങനെയാ? സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിനെ കോസ്റ്റ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ലാഭശതമാനം കിട്ടും. ഓക്കെ ആണോ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36 - 25 ഡിവൈഡഡ് ബൈ 25 × 100. ഓക്കെ, 25ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. 36 - 25 11 എന്ന് കിട്ടും. 11. ഇപ്പം 11 × 4 എന്ന് കിട്ടി. 11 × 4 44%. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 44% എന്ന ആൻസർ കിട്ടി. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ആദ്യത്തെ മോഡൽ, ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ മോഡൽ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദേ നോക്കിയേ, മോഡൽ 12. ഒരു കച്ചവടക്കാരൻ 2 വാച്ചുകൾ 99 രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ ആദ്യത്തേതിന് 10% ലാഭവും രണ്ടാമത്തേന് 10% നഷ്ടവുമാണ് ലഭിച്ചതെങ്കിൽ ആ കച്ചവടത്തിൽ അയാൾക്കുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനമാണ്? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കച്ചവടക്കാരൻ 2 വാച്ചുകൾ 99 രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ ആദ്യത്തേന് 10% ലാഭവും കിട്ടി, രണ്ടാമത്തേന് 10% നഷ്ടവുമാണ് ലഭിച്ചത്. ഓക്കെ, ഇവിടെ നമുക്ക് ലാഭം ശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടി വാങ്ങിയ വില തന്നിട്ടില്ല അല്ലേ. വാങ്ങിയ വില ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? a²/100. a² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? നമ്മൾ ശതമാനം പഠിച്ച സമയത്ത് പഠിച്ചായിരുന്നു. ഒരു സംഖ്യയുടെ a% കൂട്ടുകയും പിന്നീട് a% കുറയ്ക്കുകയും ചെയ്താൽ സംഖ്യയിൽ a²/100ൻ്റെ കുറവുണ്ടാകും. മനസ്സിലായോ?
അതോട് ഏകദേശം സാമ്യമുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്. ഒരേ വാച്ചുകൾ അല്ലേ, ഒരേ വാച്ചുകളാണ്. 2 വാച്ച് എന്ന് പറയുന്നത് എന്താണ്, രണ്ടിൻ്റെയും വില സെയിം അല്ലേ. അപ്പോൾ ഒരു സംഖ്യയ്ക്ക് നമുക്ക് 10% ലാഭമുണ്ടായി, പിന്നീട് 10% നഷ്ടമുണ്ടായി എങ്കിൽ ആ കച്ചവടത്തിൽ നഷ്ടമായിരിക്കും ഉണ്ടാകുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ശതമാനത്തിനകത്തിൽ പഠിച്ചതാണ് അല്ലേ. ആ ക്വസ്റ്റ്യനുമായിട്ട് സാദൃശ്യമുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാത്തി പറഞ്ഞേക്കുന്നത് ഒരേ സംഖ്യ തന്നെ 10% ലാഭവും ഉണ്ടായി, 10% നഷ്ടവും ഉണ്ടായി. 10% ലാഭവും 10% നഷ്ടവും ഉണ്ടായി. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ ആദ്യം പറഞ്ഞേക്കാം. രണ്ട് വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വിൽക്കുകയും, അത് ശ്രദ്ധിച്ചോണം, നമ്മുടെ ഇക്വേഷൻ അടുത്ത മോഡലിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് ഒരേ വിലയ്ക്ക് വിൽക്കുകയും, വിൽപ്പനയാണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലേ, ഇവിടെ വിൽപ്പനയാണ് നടക്കുന്നത്. അപ്പോൾ 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വിൽക്കുകയും ഇവയുടെ ലാഭം ശതമാനങ്ങൾ, ഒന്നെങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം അല്ലേ. ഇവിടെ 10% ലാഭവും 10% നഷ്ടവും ഉണ്ടായി. അങ്ങനെ ലാഭവും നഷ്ടവും ഒരേ അളവായിരിക്കുകയും ചെയ്താൽ, തുല്യമാവുകയും ചെയ്താൽ എപ്പോഴും A²/100ൻ്റെ ശതമാനം നഷ്ടത്തിലായിരിക്കും ഉണ്ടാവുക. A²/100 നഷ്ടമായിരിക്കും ഉണ്ടാവുക. എന്താ പറഞ്ഞത് ഒന്നും കൂടെ പറയാം. 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വിൽക്കുകയും, അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, വിൽക്കുകയും ഇവയുടെ ലാഭനഷ്ട ശതമാനം തുല്യമാവുകയും ചെയ്താൽ എപ്പോഴും A²/100ൻ്റെ നഷ്ടമുണ്ടായിരിക്കും. നമ്മൾ ശതമാനം എന്ന കണക്ക് പഠിച്ചവർക്ക് ഇത് വളരെ ഈസിയാണ്, കാരണം അവർക്ക് ഇനി പ്രത്യേകിച്ചൊരു ഇക്വേഷൻ പഠിക്കേണ്ട. ഓൾറെഡി ഇത് മനസ്സിലാക്കി പഠിച്ചവർക്കാണെങ്കിൽ ഈ ഇക്വേഷൻ മതി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ A²/100ൻ്റെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ A² എന്ന് പറയുന്നത് 10 അപ്പം 10^2/100 ഈക്വൽ ടു 10^2 എത്ര, 100 100/100 എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്, 1% നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. ഒരു 2 സാധനങ്ങൾ ഒരേ വിലയ്ക്ക് വിൽക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. അടുത്ത മോഡൽ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഇക്വേഷൻ മാറും. ഒരേ രൂപയ്ക്ക് വിൽക്കുമ്പോൾ ലാഭവും നഷ്ടവും തുല്യമാണെങ്കിൽ അവിടെ A²/100ൻ്റെ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കച്ചവടക്കാരൻ 2 വീടുകൾ 25 ലക്ഷം രൂപയ്ക്ക് വീതം വിറ്റപ്പോൾ ആദ്യത്തേന് 20% ലാഭവും രണ്ടാമത്തേന് 20% നഷ്ടവുമാണ് ലഭിച്ചതെങ്കിൽ ആ കച്ചവടത്തിൽ അയാൾക്കുണ്ടാവുന്ന ലാഭനഷ്ടം എത്ര ശതമാനം? ഓക്കെ, ഇവിടെ നമുക്കറിയാം എന്താ നമ്മൾ പഠിച്ചു വച്ചേക്കുന്നത്. 2 സാധനങ്ങൾ ഒരേ വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭവും നഷ്ടവും ഉണ്ടാകുന്നത് തുല്യ അളവിലാണെങ്കിൽ ആ കച്ചവടത്തിൽ അയാൾക്ക് എപ്പോഴും നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അതൊന്നാമത്തെ പോയിന്റ്. എത്ര നഷ്ടമാ? A² അല്ലെങ്കിൽ X²/100, A²/100ൻ്റെ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് 2 ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ ലാഭം ഉണ്ടാകില്ല, നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി എത്ര നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇവിടെ X² എന്ന് പറയുന്നത് 20 ആണ്. 20^2/100 ഈക്വൽ ടു 20 × 20 / 100. ഇവിടുത്തെ 0 ക്യാൻസലായി, ഈ 0 ക്യാൻസലായി. ആൻസർ 4% നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത മോഡൽ എന്താ പറഞ്ഞിരിക്കുന്നത്. ഒരു കച്ചവടക്കാരൻ 2 വാച്ചുകൾ 5000 രൂപ വീതം വിലയ്ക്ക് വാങ്ങി. കണ്ടോ, ഇതാണ് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് വിറ്റു എന്നാണ് പറഞ്ഞത് അല്ലേ. വിറ്റപ്പോൾ, ഇവിടെയോ വാങ്ങിയപ്പോൾ 10% ലാഭത്തിനും രണ്ടാമത്തത് 10% നഷ്ടത്തിനും വിറ്റാൽ അയാൾക്കുണ്ടാവുന്ന ലാഭനഷ്ടം എത്ര ശതമാനം? ഓക്കെ, ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒരു കച്ചവടക്കാരൻ 2 വാച്ചുകൾ 5000 രൂപ വീതം വിലയ്ക്ക് വാങ്ങി. മനസ്സിലായോ? അതിനുശേഷം ആദ്യത്തത് 10% ലാഭത്തിനും അടുത്തത് 10% നഷ്ടത്തിനും അയാൾ വിറ്റപ്പോൾ അയാൾക്കുണ്ടാകുന്ന ലാഭനഷ്ട ശതമാനം എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ എളുപ്പ വഴി പഠിച്ചു വെച്ചേക്കുക. ഇത് സാധാ രീതിയിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാൻ 2 വാച്ചുകൾ വാങ്ങി. ഇത് ഒന്നാമത്തെ വാച്ച്, ഇത് രണ്ടാമത്തെ വാച്ച്. ഓക്കെ, 2 വാച്ചുകൾ ഞാൻ എന്ത് ചെയ്തു? 5000 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ ഞാനിത് വാങ്ങിയ വില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. ഞാനിത് 5000 രൂപയ്ക്ക് എന്ത് ചെയ്തു? വാങ്ങി.
5000 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഒന്നാമത്തത് 10% ലാഭത്തിന് ഞാൻ വിറ്റു. 10% ലാഭത്തിന് വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 5000 ഇതാണ് ഞാൻ വാങ്ങിയ വില. എനിക്ക് ലാഭമാണ് ഉണ്ടായതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 100 കൂട്ടണം അല്ലേ? 10% ആകുമ്പം 110, 100 + 10 110, 110 ഇട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ 10% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് 5500 രൂപയ്ക്കാണ് ഞാൻ ആദ്യത്തെ വാച്ച് വിറ്റത്. മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ 2 വാച്ച് ഞാൻ വാങ്ങി. രണ്ടിനും 5000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. വാങ്ങിയ ഒരു വാച്ച് ഞാൻ 10% ലാഭത്തിന് വിറ്റു. ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വിറ്റ വില കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. എങ്ങനെയാണ് വിറ്റ വിലയാണെങ്കിൽ വിറ്റ വില കാണുന്നത് ലാഭമാണെങ്കിൽ എന്ത് ചെയ്യുക? ലാഭ ശതമാനത്തോടൊപ്പം 100 കൂട്ടുക. മനസ്സിലായോ? അപ്പം വാങ്ങിയ വിലയുടെ 110% കണ്ടുപിടിച്ചാൽ അത് വിറ്റ വിലയാണ്. വാങ്ങിയ വിലയുടെ 110% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? വിറ്റ വിലയാണ്. ഇവിടെ 110 കണ്ടപ്പോൾ 110 കണ്ടപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5500 രൂപ കിട്ടി. എന്ന് വെച്ചാൽ 500 രൂപ എനിക്ക് എന്ത് കിട്ടി? ലാഭം കിട്ടി. 500 രൂപ ലാഭം കിട്ടി. ഇനി രണ്ടാമത്തെ വാച്ച് നോക്കിയേ. ഇവിടെ ഞാൻ വാങ്ങിയ പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. വാങ്ങിയ പ്രൈസ് എന്താണ്? 5000 രൂപയാണ്. ഞാനത് എത്ര രൂപയ്ക്കാണ് എത്ര നഷ്ടത്തിലാണ് വിറ്റത്? 10% നഷ്ടത്തിനാണ് വിറ്റത് അല്ലേ? നമുക്ക് നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ അവിടെ വിറ്റ വില കാണാനുള്ള ഇക്വേഷൻ എന്താ? നഷ്ടമുണ്ടായാൽ വാങ്ങിയ വില എന്ന് വെച്ചാൽ 5000. വാങ്ങിയ വിലയുടെ എത്ര ശതമാനം കണ്ടുപിടിക്കണം? ഇവിടെ 10% നഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ നിന്നും 10 കുറയ്ക്കണം അല്ലേ? നഷ്ടമുണ്ടായാൽ 10 കുറയ്ക്കണം. അപ്പോൾ 90 എന്ന് കിട്ടും. 90% എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതായിരിക്കും വിറ്റ വില നമുക്ക് കിട്ടുന്നത്. ചെയ്യുമ്പോൾ നമുക്ക് 4500 രൂപ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു വാച്ച് ഞാൻ 5500 രൂപയ്ക്ക് വിറ്റു. ഒരു വാച്ച് ഞാൻ 4500 രൂപയ്ക്ക് വിറ്റു അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഞാൻ എത്ര രൂപയ്ക്കായിരിക്കും വിറ്റത്? 2 വാച്ചും കൂടെ ചേർത്ത് എനിക്ക് എത്ര രൂപ കിട്ടിക്കാണും? ആദ്യത്തെ വാച്ച് വിറ്റപ്പോൾ എനിക്ക് 5500 രൂപ കിട്ടി. രണ്ടാമത്തെ വാച്ച് വിറ്റപ്പോൾ എനിക്ക് 4500 രൂപ കിട്ടി അല്ലേ? ടോട്ടൽ എനിക്ക് എത്ര രൂപ കിട്ടി? 10000 രൂപ കിട്ടി. ടോട്ടൽ എനിക്ക് 10000 രൂപ കിട്ടി. ഓക്കെ. ആ 2 വാച്ച് വിറ്റപ്പോഴും എനിക്ക് എത്ര കിട്ടി? 10000 രൂപ കിട്ടി. ഞാൻ എത്ര രൂപ ഈ 2 വാച്ചിന് വേണ്ടി ചിലവാക്കി? ഇതേ ഒന്നാമത്തെ വാച്ച് മേടിക്കാൻ 5000 രൂപ ചിലവാക്കി. രണ്ടാമത്തെ വാച്ച് വാങ്ങാൻ 5000 രൂപ ചിലവാക്കി. എനിക്ക് ടോട്ടൽ എനിക്ക് ചിലവായ കാശും 10000 ആണ്. ഇത് കച്ചവടം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കാശും എത്രയാണ്? 10000 ആണ്. അപ്പോൾ എനിക്ക് ലാഭവും ഉണ്ടായില്ല, നഷ്ടവും ഉണ്ടായില്ല. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? കത്തിയോ പറഞ്ഞത്? എന്താ പറഞ്ഞേക്കുന്നത്? ഒരേ സാധനങ്ങൾ അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വാങ്ങിയ ഞാൻ പിന്നീട് അത് വിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലാഭവും നഷ്ടവും ഒരേ അളവിലാണെങ്കിൽ എനിക്ക് എന്തുണ്ടാകില്ല? നഷ്ടമോ ലാഭമോ ഉണ്ടാകില്ല. ഞാനിവിടെ 5000 രൂപയ്ക്ക് വാങ്ങിയ വാച്ച് അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് ഞാൻ 2 വാച്ച് വാങ്ങിയിട്ട് അത് ഒന്ന് 10% നിരക്കിൽ ലാഭത്തിലും വിറ്റു, ഒരെണ്ണം 10% നഷ്ടത്തിലും വിറ്റു. ഇവിടെ ലാഭനഷ്ട ശതമാനം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്, തുല്യമാണ് അല്ലേ? രണ്ടും 10% വീതമാണെങ്കിൽ എനിക്ക് എന്തുണ്ടാവില്ല? ഈ കച്ചവടത്തിൽ ലാഭവും ഉണ്ടാവില്ല, നഷ്ടവും ഉണ്ടാവില്ല. മനസ്സിലായോ? ഓക്കെ. ദേ ഇവിടെ നോക്കിയേ. 2 കാറുകൾ 4 ലക്ഷം രൂപ വീതം വിലയ്ക്ക് വാങ്ങി. അതിൽ ആദ്യത്തേത് 20% ലാഭത്തിനും രണ്ടാമത്തേത് 20% നഷ്ടത്തിനും വിറ്റാൽ ആ കച്ചവടത്തിൽ അയാൾക്കുണ്ടാകുന്ന ലാഭനഷ്ടം എത്ര ശതമാനമാണ്? എന്താ പറഞ്ഞേക്കുന്നത്? ഒരാൾ 2 കാറുകൾ 4 ലക്ഷം രൂപ വീതം വിലയ്ക്ക് വാങ്ങി. ഓക്കെ. അതിൽ ആദ്യത്തേത് 20% ലാഭത്തിന് വിറ്റു, രണ്ടാമത്തേത് 20% നഷ്ടത്തിന് വിറ്റു. എങ്കിൽ ഈ കച്ചവടത്തിൽ അയാൾക്കുണ്ടാകുന്ന ലാഭനഷ്ടം എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം ഒരേ നഷ്ടം ഒരേ ലാഭത്തിനാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അയാൾക്ക് ലാഭവും ഉണ്ടാകില്ല, നഷ്ടവും ഉണ്ടാകില്ല. എൻ്റെ ആൻസർ എന്താ? ലാഭവുമില്ല, നഷ്ടവും. മനസ്സിലായോ? 2 സാധനങ്ങൾ 4 ലക്ഷം, 2 കാറുകൾ 4 ലക്ഷം രൂപയ്ക്ക് വിറ്റു അല്ലേ? ഇവിടെ 20% ലാഭവും ഉണ്ടായി, 20% നഷ്ടവും ഉണ്ടായി. ഇങ്ങനെ ലാഭവും നഷ്ടവും ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? നമുക്ക് വാങ്ങുമ്പോഴാണ്, അതും കൂടെ ഓർത്തോണം, വാങ്ങുമ്പോൾ 4 ലക്ഷം രൂപയ്ക്ക് വാങ്ങി
അത് 20% ലാഭത്തിനും വിറ്റു, 20% നഷ്ടത്തിനും വിറ്റെങ്കിൽ നമുക്കിവിടെ ലാഭനഷ്ടം ഉണ്ടാകില്ല. ഓക്കെ ആണോ? അടുത്ത മോഡൽ നോക്കാം. 4 പേനകൾ വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യമെങ്കിൽ ഇവിടുത്തെ ഡിസ്കൗണ്ട് ശതമാനം എത്ര? 4 പേനകൾ വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യമെങ്കിൽ ഇവിടുത്തെ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്കൗണ്ട് ശതമാനം ഈക്വൽ ടു സൗജന്യം. എത്ര എണ്ണമാണ് നമുക്ക് സൗജന്യം കിട്ടിയത്? സൗജന്യം ഡിവൈഡഡ് ബൈ ആകെ സാധനങ്ങൾ. ആകെ നമ്മൾ എത്ര എണ്ണം വാങ്ങി? ആകെ സാധനങ്ങൾ ഇൻറ്റു 100 അല്ലേ? ശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? 4 പേനകൾ വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? സൗജന്യം ഡിവൈഡഡ് ബൈ ആകെ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ആകെ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ഓക്കെ, ഇവിടെ സൗജന്യം നമുക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? ഒരെണ്ണം അല്ലേ? ഒരു പേന നമുക്ക് സൗജന്യം കിട്ടി. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ, ഇനി ആകെ സാധനങ്ങളോ? 4 പേനകൾ വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യം കിട്ടി. അപ്പോൾ ആകെ നമുക്ക് എത്ര പേന കിട്ടി? 4 എണ്ണം വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യം കിട്ടിയെങ്കിൽ ആകെ നമുക്ക് 5 പേനകൾ കിട്ടി. അപ്പം 1/5 ഇൻറ്റു 100. ഓക്കെ, 1/5 ഇൻറ്റു 100 നമ്മൾ ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും. 20%. 20%. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 3 സാരി വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യമായിരുന്നെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ഡിസ്കൗണ്ട് ശതമാനം ഈക്വൽ ടു സൗജന്യം ഡിവൈഡഡ് ബൈ ആകെ സാധനങ്ങളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഇൻറ്റു 100. എപ്പോഴും നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഇക്വേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ താനെ പഠിച്ചു പോകും. ഓക്കെ, ഇവിടെ സൗജന്യം എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ ആകെ എത്ര സാരി ആയിരുന്നു? 3 സാരി വാങ്ങിയപ്പോൾ ഒരെണ്ണം ലാഭം കിട്ടി അല്ലേ? സൗജന്യം കിട്ടി. അപ്പോൾ ടോട്ടൽ 4 സാരി. അപ്പം 1/4 ഇൻറ്റു 100. 1/4 ഇൻറ്റു 100 എത്ര കിട്ടി നമുക്ക്? 25%. 25% കിട്ടി. 25% നമ്മുടെ ഡിസ്കൗണ്ട് ശതമാനം. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആണല്ലോ? ഇക്വേഷൻ മാത്രം കാണാൻ പഠിച്ചാൽ മതി. സിമ്പിൾ കണക്കാണ്. ഓക്കെ, ലാസ്റ്റ് കണക്ക് നോക്കിയേ. 10 സോപ്പുകൾ വാങ്ങിയപ്പോൾ 2 എണ്ണം സൗജന്യം കിട്ടിയെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഡിസ്കൗണ്ട് ശതമാനം ഈക്വൽ ടു സൗജന്യം ഡിവൈഡ് ബൈ ആകെ എത്ര സാധനങ്ങൾ കിട്ടി ഇൻറ്റു 100. ഓക്കെ, ഇവിടുത്തെ സൗജന്യം എന്ന് പറയുന്നത് 2 സാധനങ്ങൾ അല്ലേ? അല്ലെങ്കിൽ ആകെ സാധനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 10 സോപ്പ് വാങ്ങിയപ്പോൾ 2 എണ്ണം ഫ്രീ കിട്ടി. അതായത് ടോട്ടൽ 12 എണ്ണം ഇൻറ്റു 100. ഓക്കെ, ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ക്യാൻസൽ ചെയ്യുക. നമുക്ക് 6, ദെൻ ഇതിന് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 3 കിട്ടും, ഇവിടെ 15 കിട്ടും. ഓക്കെ, അപ്പം 50 ഡിവൈഡ് ബൈ 3 നമുക്ക് 16 2/3% എന്ന് കിട്ടി. 16 2/3%. ഓക്കെ ആണോ? ഈ വീഡിയോയിലെ അവസാന മോഡലാണ് അടുത്തത്. ഏതാ? വാച്ച് 20% ലാഭത്തിന് വിൽക്കുന്നത് 25% ലാഭത്തിനായിരുന്നു വിറ്റിരുന്നെങ്കിൽ 200 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു എങ്കിൽ വാച്ചിൻ്റെ യഥാർത്ഥ വില എന്ത്? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലായോ? ഒരു വാച്ച് 20% ലാഭത്തിനാണ് വിൽക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? 20% ലാഭത്തിന് വിൽക്കുന്നു. ഓക്കെ, ആ വാച്ചിനെ അങ്ങനെ 20% ലാഭത്തിന് വിറ്റുകൊണ്ടിരുന്ന ആ വാച്ചിനെ ഞാൻ 25% ലാഭത്തിന് വിറ്റു. മനസ്സിലായോ? സാധാരണ രീതിയിൽ അത് 20% ലാഭത്തിനായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. അത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 25% ലാഭത്തിന് അങ്ങ് വിറ്റു. വിറ്റപ്പോൾ എനിക്ക് 200 രൂപ അധികം കിട്ടി. 200 രൂപ എന്ത് കിട്ടി? അധികം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സാധാരണ 20% ലാഭത്തിനായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. ഞാനത് 25% ലാഭത്തിലാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ശതമാനം ലാഭം കൂട്ടി ഞാൻ? 5% അല്ലേ? ഇതിന് ഉള്ളിലുള്ള ശതമാനം എത്ര? 5% ലാഭം ഞാൻ അധികരിപ്പിച്ചു അല്ലേ? 20% വിറ്റുകൊണ്ടിരുന്ന സ്ഥാനത്തെ ഞാൻ എന്ത് ചെയ്തു? 25% ലാഭത്തിന് വിറ്റു. 5% കൂടെ എക്സ്ട്രാ വിറ്റു. അങ്ങനെ 5% കൂടെ എക്സ്ട്രാ വിറ്റപ്പോൾ, അല്ലെങ്കിൽ 5% എക്സ്ട്രാ ലാഭത്തിന് വിറ്റപ്പോൾ എനിക്ക് 200 രൂപ കിട്ടി. അതായത് ഈ 5% എന്ന് പറയുന്നതാണ് എത്ര? 200 രൂപ. മനസ്സിലായോ? സാധാരണ 20% ലാഭത്തിനായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. ഞാനത് 25% ലാഭത്തിന് വിറ്റു. എന്ന് വെച്ചാൽ 20ൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടി 5% ലാഭവും കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് അധികം 200 രൂപ കിട്ടി.
നേരത്തെ 20% ലാഭത്തിന് വിറ്റുകൊണ്ടിരുന്നതിനേക്കാൾ 200 രൂപ അധികം കിട്ടി. അതായത് ഈ അധികം വെച്ച 5% എന്ന് പറയുന്നതാണ് എന്ത്, 200 രൂപ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ വില എന്ത്? ഓക്കെ, ഇത്രയും കാര്യം 5%മാണ് ഈ 200 കണ്ടുപിടിച്ചപ്പോൾ ആലോചിച്ച് നോക്കുക. നമ്മൾ പഴയ ഒരു കണക്കിലേക്ക് പോവുക. ഒരു സംഖ്യയുടെ A% B ആയാൽ എന്താ, നമ്മൾ ശതമാനത്തിൻ്റെ കണക്കിനകത്ത് പഠിച്ചതാണ്. ഒരു സംഖ്യയുടെ A%B ആയാൽ സംഖ്യ എന്ന് പറയുന്നത് B/A × 100 ആയിരിക്കും. B/A × 100 ആയിരിക്കും. ഒരു സംഖ്യയുടെ A%B ആയാൽ ഇവിടെ നോക്കിയേ, വാങ്ങിയ വിലയുടെ 5% അല്ലെങ്കിൽ യഥാർത്ഥ വിലയുടെ 5% 200 എങ്കിൽ ആ യഥാർത്ഥ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 / 5 × 100 ആയിരിക്കും. ഓക്കെ, എത്ര കിട്ടി നമുക്ക്? 4000 എന്ന് കിട്ടി. മനസ്സിലായോ? ഈ ലാസ്റ്റ് പറഞ്ഞ വഴി എന്ന് പറയുന്നത് ഇതിനകത്ത് പഠിച്ച് നമ്മൾ ശതമാനത്തിനകത്ത് പഠിച്ച ഒരു സംഖ്യയുടെ A%B ആയ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാങ്ങിയ വിലയുടെ അല്ലെങ്കിൽ യഥാർത്ഥ വിലയുടെ 5% 200 ആണ്. യഥാർത്ഥ വിലയുടെ 5% 200 ആണെങ്കിൽ യഥാർത്ഥ വില കാണാൻ എന്ത് ചെയ്യണം? 200 / 5 × 100 ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു സൈക്കിൾ 30% ലാഭത്തിനാണ് വിൽക്കുന്നത്. സാധാരണ 30% ലാഭത്തിനാണ് വിറ്റുകൊണ്ടിരുന്നത്. ആ സൈക്കിൾ നമ്മൾ എന്ത് ചെയ്തു? സാധാരണ 30% വിറ്റുകൊണ്ടിരുന്നത് നമ്മൾ എന്ത് ചെയ്തു? 40% ലാഭത്തിന് വിറ്റു. എക്സ്ട്രാ 10% കൂടെ കൂട്ടി അല്ലേ? 10% ലാഭവും കൂടെ എന്ത് ചെയ്തു? നമ്മൾ കൂട്ടി. അങ്ങനെ 10% ലാഭം കൂട്ടിയപ്പോൾ നമുക്ക് 500 രൂപ കിട്ടി. അതായത് 10% എന്ന് പറയുന്നത് 500 രൂപയാണ്. മനസ്സിലായല്ലോ? 10% ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 500 രൂപയാണ്. കാരണം നേരത്തെ 30% ലാഭത്തിന് വിറ്റുകൊണ്ടിരുന്ന ഒരു സാധനം 40% ലാഭത്തിന് വിൽക്കാൻ തുടങ്ങിയപ്പോൾ 500 രൂപ അധികം കിട്ടി. അതായത് ഈ 10% നമ്മൾ ഇൻക്രീസ് ചെയ്ത 10% ഉണ്ടല്ലോ, ഈ 10% ഈ 500 രൂപ. എങ്കിൽ സൈക്കിളിൻ്റെ വില എന്ത് ചെയ്യണം? 500 / 10 × 100. ഓക്കെ, 5000 എന്ന് കിട്ടി. ഓക്കെ, സിമ്പിളാണല്ലോ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഒരു കണക്ക് നോക്കിയേ. ഒരു ബാഗ് 25% ലാഭത്തിനാണ് വിൽക്കുന്നത്. ഞാനത് 30% ലാഭത്തിന് വിറ്റിരുന്നെങ്കിൽ എനിക്ക് 100 രൂപ അത് കൂടുതൽ ലഭിക്കുമായിരുന്നു. സാധാരണ രീതി 25%-നാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഞാനത് 30%-ന് വിറ്റിരുന്നെങ്കിൽ എനിക്ക് എത്ര രൂപ അധികം കിട്ടിയേനെ? 100 രൂപ അധികം കിട്ടിയേനെ. അതായത് 25-ൽ നിന്നുള്ളത് ഞാൻ 5 കൂടെ കൂട്ടി, 5% കൂടെ കൂട്ടി 30 ആക്കിയിരുന്നെങ്കിൽ എനിക്ക് 100 രൂപ അധികം കിട്ടിയേനെ. അതായത് ഈ 5% എന്തെന്ന് പറയുന്നത് 100 രൂപ എന്ന് പറയുന്നത്. 5% 100 രൂപയാണെങ്കിൽ ആ സംഖ്യ കാണുന്ന എങ്ങനെ? 100 / 5 × 100 അല്ലേ? നമുക്ക് ആൻസർ കിട്ടും 2000. ഓക്കെ, ആൻസർ എത്ര എന്ന് കിട്ടും? 2000 എന്ന് കിട്ടും. ഓക്കെ ആണോ? ലാസ്റ്റ് കണക്ക് നോക്കിയേ. ഒരു സാധനം 10% നഷ്ടത്തിന് വിറ്റു. അത് 10% ലാഭത്തിന് വിറ്റിരുന്നെങ്കിൽ 800 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. എങ്കിൽ സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ത്? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സാധനം ഞാൻ 10 രൂപ നഷ്ടത്തിന് വിറ്റു. 10 രൂപ നഷ്ടത്തിന് എന്ത് ചെയ്തു? വിറ്റു. അത് 10% ലാഭത്തിന് വിറ്റിരുന്നെങ്കിൽ 800 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. ഓക്കെ, 10% നഷ്ടത്തിനാണ് ഞാൻ വിറ്റത്. ഓക്കെ, ഇത് 10% ലാഭത്തിന് വിറ്റിരുന്നെങ്കിൽ 10% ലാഭത്തിന് വിറ്റിരുന്നെങ്കിൽ എത്ര രൂപ കിട്ടിയേനെ? 800 രൂപ കിട്ടിയേനെ. 800 രൂപ കിട്ടിയേനെ. ഓക്കെ, 10% നഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിച്ചോണം. 10% നഷ്ടത്തിനായിരുന്നു. ഇത് നഷ്ടമാണ്. ഇവിടെ ലോസും ഇവിടെ പ്രോഫിറ്റുമാണ്. കഴിഞ്ഞ കണക്കൊക്കെ നമ്മൾ എങ്ങനെ ചെയ്തത്? ഇതും പ്രോഫിറ്റാണ്, ഇതും പ്രോഫിറ്റാണ് അല്ലേ? 20% ലാഭത്തിന്, പിന്നെ അത് 30% ലാഭമായി. പക്ഷേ ഈ കണക്കിൽ ഒന്ന് നഷ്ടവും ഒന്ന് എന്താണ്? ലാഭവുമാണ് അല്ലേ? കഴിഞ്ഞ കണക്കൊക്കെ നമ്മൾ 25 30 അല്ലേ? അത് നമ്മൾ ചെയ്യും 30 - 25 ബാക്കി 5% നമുക്ക് കിട്ടും അല്ലേ? പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ കുറയ്ക്കാൻ നേരത്ത് ഇവിടെ എന്ത് ചെയ്യണം? 10-ൽ നിന്നും അല്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കാണണ്ടേ? 10% നഷ്ടം 10% ലാഭത്തിലേക്കായപ്പോൾ എത്ര ശതമാനമാണ് അവിടെ കൂട്ടിയെന്ന് നമുക്കറിയണ്ടേ? അതിനുവേണ്ടി ഈ 10-ൽ നിന്നും എന്ത് ചെയ്യണം? 10-ൽ നിന്നും എന്ത് കുറയ്ക്കണം? -10 കുറയ്ക്കണം. ഈ മൈനസ് എന്ന് പറയുന്ന ആരെ സൂചിപ്പിക്കുന്നതാണ്? നഷ്ടത്തെ സൂചിപ്പിക്കുന്ന മൈനസാണ്. അപ്പം -10 എന്ത് ചെയ്യണം? കുറയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. 10 + 10 20.
ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 20ആണ്. അതെങ്ങനെ വന്നതെന്നറിയാമോ? ഇത് ഇവിടെ 10% നഷ്ടമല്ലേ, നമ്മളൊരു 10% കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് വാല്യൂ കിട്ടും. 10% നഷ്ടത്തിലിരുന്നത് 10% കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 0-ലെത്തും. വീണ്ടും 10% കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 10% ലാഭത്തിലേക്ക് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 0, ഇതാണ് 10% നഷ്ടം, ഇത് 10% ലാഭം. ഓക്കെ, ഇവിടാണ് ഇപ്പോൾ ഈ വസ്തു നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്താൽ എവിടെ വരും? 0 വരും. വീണ്ടും ഒരു 10 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? പ്രോഫിറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ മൊത്തത്തിൽ 20% ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ ലാഭവും നഷ്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 20%. ഇനി അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ പ്രോഫിറ്റ് 10, ഇത് പ്രോഫിറ്റാണ്. മൈനസ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ലോസ് കുറയ്ക്കണം. ലോസ് കുറയ്ക്കാൻ നേരത്തെ എന്ത് കൊടുക്കുക? ഒരു മൈനസും കൂടെ എക്സ്ട്രാ കൊടുക്കുക. അതിനർത്ഥം ഇതിൽ നഷ്ടത്തിലാണ് എന്നാണ് അർത്ഥം. -10. ഇനി എന്ത് ചെയ്യണം? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. ഈ 2 മൈനസും കൂടെ ചേർന്നിട്ട് എന്താവും? അത് പ്ലസ് ആകും. അപ്പം 10 + 10 20%. അപ്പോൾ ഈ 20% എന്തെന്ന് പറയുന്നത്? 20% ഈ 800 എന്ന് പറയുന്നത്. 20% 800. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ വില എന്തായിരിക്കും? 800 ഡിവൈഡ് ബൈ 20 × 100. 0 ക്യാൻസലായി. 20ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കിട്ടും. 5 × 8 40. 4000 എന്ന് കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായല്ലോ? അപ്പോൾ 15 മോഡൽ നമ്മൾ മൊത്തത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ 5 മോഡലും കൂടെ ചെയ്ത് മൊത്തത്തിൽ 20 മോഡൽ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ചെയ്യും. അതായത് എല്ലാ കണക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.